പള്ളികൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്ന കർണാടക സ്വദേശിയായ പ്രതിയെ കണ്ണൂരിലെ കേസിലും അറസ്റ്റ് ചെയ്തു. കണ്ണൂർ സിറ്റി സലഫി മദ്രസയിൽ നിന്ന് 1.5 ലക്ഷം കവർന്ന കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ മദ്രസയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കർണാടക സ്വദേശിയായ മുഹസിൻ മുബാറക്ക് ആഴ്ചയിൽ 2 തവണ കേരളത്തിലേക്ക് ട്രെയിൻ കയറും. ലക്ഷ്യം ഇവിടുത്തെ പള്ളികളാണ്. അതുപക്ഷേ പ്രാർത്ഥനക്കല്ല, മോഷണത്തിനാണ് എന്ന് മാത്രം. പാലക്കാട് ഇത്തരത്തിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് പൊക്കി. ഇതിലൂടെ തെളിഞ്ഞത് കണ്ണൂരിലെ ഒരു മോഷണ കേസ് കൂടിയാണ്. കണ്ണൂർ സിറ്റി സലഫി മസ്ജിദിന് കീഴിലുള്ള മദ്രസയിൽ നടന്ന കവർച്ചയിലാണ് മുഹസിൻ മുബാറക്കിന്റെ അറസ്റ്റും സിറ്റി പോലീസ് രേഖപ്പെടുത്തിയത്. പ്രതിയെ മദ്രസയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 1,55,500 രൂപയാണ് മദ്രസയിൽ നിന്നും കവർന്നത്. കവർച്ചാ രീതി പ്രതി പോലീസിനോട് വിവരിച്ചു. ജനുവരി 25-ന് രാത്രിയാണ് കവർച്ച നടന്നത്. മദ്രസയിൽ ഷെൽഫിലെ ലോക്കറിൽ സൂക്ഷിച്ച പണമാണ് പ്രതി കവർന്നത്. കർണാടക ഗുൽബർഗ് സ്വദേശിയാണ് മുഹസിൻ മുബാറക്ക്. ഓട്ടോ തൊഴിലാളിയായ പ്രതി വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് മോഷണത്തിനായി ഇറങ്ങുന്നത്. അധികവും കേരളത്തിലേക്കാണ് എത്തുക, ചിലപ്പോൾ തമിഴ്നാട്ടിലേക്കും. പാലക്കാട് മഞ്ഞക്കുളം പള്ളിയിൽ നടന്ന മോഷണത്തിന്റെ CCTV ദൃശ്യമാണ് പ്രതിയിലേക്ക് പോലീസിനെ എത്തിച്ചത്. പതിവ് പോലെ വെള്ളിയാഴ്ച പ്രതി എത്താനിടയുണ്ടെന്ന് മനസ്സിലാക്കി 10 ദിവസം മുമ്പ് പാലക്കാട് ഒലവക്കോട് സ്റ്റേഷനിൽ പോലീസ് വലവിരിക്കുകയായിരുന്നു. പോലീസിന്റെ പ്രതീക്ഷ തെറ്റിക്കാതെ പ്രതി എത്തുകയും ചെയ്തു. അറസ്റ്റിലായ പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കണ്ണൂർ സിറ്റിയിലെ മോഷണത്തെക്കുറിച്ചുള്ള വിവരവും പോലീസിന് ലഭിച്ചത്. സിറ്റി ഇൻസ്പെക്ടർ സനിൽകുമാർ, SI ധന്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.